നമസ്കാരം ഐക്യുമീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ MOOSAMUHAMMADIQBAL. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2019 വർഷത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള മലയാള സിനിമകളിൽ ഹിറ്റായിട്ടുള്ള സിനിമകളെക്കുറിച്ചും ഫ്ലോപ്പ് ആയിട്ടുള്ള സിനിമകളെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത് IMDbയിൽ നിന്നുമാണ്. IMDb എന്ന് പറഞ്ഞ സൈറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു പരിധിവരെ ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ തെറ്റുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക, കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയാനും ശ്രമിക്കുക. IMDbയിലെ വിവരങ്ങളാണ്, നമ്മൾ പേഴ്സണലായിട്ട് എടുത്തിട്ടുള്ള വിവരങ്ങളല്ല. ഈ കളക്ഷനെ കുറിച്ചൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയില്ല. ഇത്തരം വലിയ സൈറ്റുകളെ തന്നെയാണ് നമ്മൾ എപ്പോഴും ആശ്രയിക്കാറുള്ളത്. ആദ്യത്തെ ഒരു സിനിമ വിജയ് സൂപ്പറും പൗർണമി എന്ന് പറഞ്ഞ സിനിമയാണ്. സിനിമ 4,50,00,000 രൂപയ്ക്ക് എടുത്തുള്ള സിനിമയാണ്. സിനിമയ്ക്ക് 12 കോടി 1 ലക്ഷം രൂപ കളക്ഷനായിട്ട് നേടിയെടുക്കാൻ സാധിച്ചു. ഇതൊരു ഹിറ്റായിട്ടുള്ള സിനിമയായിട്ടാണ് പറയുന്നത്. ആസിഫ് അലിയാണ് സിനിമയ്ക്കകത്ത് പ്രധാന വേഷത്തിലുണ്ടായിരുന്നത്. പിന്നീടുള്ളത് ഒരു കരീബിയൻ ഉഡായിപ്പ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു കരീബിയൻ ഉഡായിപ്പ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് 19 ലക്ഷം രൂപ മാത്രമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊരു ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. പിന്നെ ജനാധിപൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഹരീഷ് പേരടിയും വിനു മോഹനുമാണ് സിനിമയ്ക്കകത്ത് പ്രധാന വേഷത്തിലുണ്ടായിരുന്നത്. സിനിമ 28 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇതൊരു ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. പിന്നീടുള്ളത് മിഖായൽ എന്ന് പറഞ്ഞ നമ്മുടെ നിവിൻ പോളി നായകനായിട്ടുള്ള സിനിമയാണ്. സിനിമ 9 കോടി 48 ലക്ഷം രൂപ കളക്ഷനായിട്ട് നേടിയെടുത്തു. 10 കോടി രൂപയാണ് സിനിമയുടെ ബഡ്ജറ്റായിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ ഒരു ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. പക്ഷേ ഇത്തരം സിനിമകൾ നമ്മുടെ TV റൈറ്റ്സും കാര്യങ്ങളൊക്കെ വിറ്റ് പോകുമ്പോഴേക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കും. ഇത് നമ്മുടെ തിയേറ്ററിൻ്റെ അകത്ത് നിന്ന് വന്നിട്ടുള്ള കളക്ഷനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. തിയേറ്റർ കളക്ഷൻ്റെ കാര്യത്തിൽ ഈ ഒരു സിനിമ പരാജയമായിരുന്നു എന്നാണ് ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഞ്ചാമത്തെ ഒരു സിനിമ നീയും ഞാനും എന്ന് പറഞ്ഞ സിനിമയാണ്. സിനിമ 1,93 ലക്ഷം രൂപ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തു. ഷർഫുദ്ദീനും അനു സിത്താരയായിരുന്നു പ്രധാന വേഷത്തിലുണ്ടായിരുന്നത്. സിനിമ ഫ്ലോപ്പായിട്ടാണ് പരിഗണിക്കുന്നത്. ബഡ്ജറ്റിൻ്റെ അത്രത്തോളം കളക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല. പിന്നീടുള്ളത് പ്രാണ എന്ന് പറഞ്ഞ സിനിമയാണ്. പ്രാണ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നിത്യ മേനോനാണ് പ്രധാന വേഷത്തിലുള്ളത്. 43 ലക്ഷം രൂപ നേടിയെടുത്തു. സിനിമ ഒരു ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. പിന്നീടുള്ളത് നമ്മുടെ പ്രണവ് മോഹൻലാൽ നായകനായിട്ടുള്ള 21-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ സിനിമയാണ്. 10 കോടി 50 ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ്. സിനിമയ്ക്ക് 4 കോടി 11 ലക്ഷം രൂപ മാത്രമാണ് കളക്ഷനായിട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡിസാസ്റ്റർ ആയിട്ടാണ് സിനിമ പരിഗണിക്കുന്നത്. പിന്നീടുള്ളത് സകല കലാശാല എന്ന് പറഞ്ഞ സിനിമയാണ്. നിരഞ്ജനാണ് സിനിമയ്ക്കകത്ത് പ്രധാന വേഷത്തിലുള്ളത്. മണിയമ്പിള്ള രാജു ചേട്ടൻ്റെ മകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സിനിമയ്ക്ക് 51 ലക്ഷം രൂപ നേടിയെടുക്കാൻ സാധിച്ചു. ഒരു ഡിസാസ്റ്റർ ആയിട്ട് സിനിമയെ പരിഗണിക്കുന്നു. പിന്നീട് പന്ത് എന്ന് പറഞ്ഞ അജു വർഗീസ് നായകനായിട്ടുള്ള സിനിമ ഒരു ഡിസാസ്റ്റർ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നുമില്ല. പിന്നീടുള്ളത് ഒരു കാട്ടിൽ ഒരു പായ്ക്കപ്പൽ എന്ന് പറഞ്ഞ സിനിമയാണ്. സുരാജ് വെഞ്ഞാറമൂട് ആ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. സിനിമ ഒരു ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. 11ാമത്തെ ഒരു സിനിമ അള്ളു രാമേന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമയാണ്. സിനിമയ്ക്ക് 3 കോടി രൂപ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. 2 കോടി 64 ലക്ഷം രൂപ ബോക്സ് ഓഫീസിൽ നിന്നും സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു. സിനിമ ഒരു ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ചാക്കോച്ചനാണ് സിനിമയ്ക്കകത്ത് പ്രധാന വേഷത്തിലുണ്ടായിരുന്നത്. തമിഴ് എന്ന് വന്നുള്ള ഒരു സിനിമയും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തമിഴിലൊക്കെ ഹിറ്റായിട്ടുള്ള കേരളത്തിൽ റൈറ്റ്സ് വാങ്ങിയിട്ടുള്ള സിനിമകളെക്കുറിച്ച് ഇതിൻ്റെ അകത്ത് സംസാരിക്കുന്നുണ്ട്. അതിലൊരു സിനിമ പേരൻപ് എന്ന് പറഞ്ഞ സിനിമയാണ്. പേരൻപ് എന്ന് പറഞ്ഞ സിനിമ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ളത് 1 കോടി രൂപയ്ക്കാണ്. ഇവിടുന്ന് കളക്ഷൻ കിട്ടിയിട്ടുള്ളത് 4 കോടി 14 ലക്ഷം രൂപയാണ്. അതുകൊണ്ട് തന്നെ സിനിമ ഒരു ഹിറ്റായിട്ടുള്ള സിനിമയായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നീടുള്ളത് ലോനപ്പൻ്റെ മാമോദീസ എന്ന് പറഞ്ഞ ജയറാമേട്ടൻ നായകനായിട്ടുള്ള സിനിമയാണ്. സിനിമയ്ക്ക് 87 ലക്ഷം രൂപയാണ് കിട്ടിയിട്ടുള്ളത്. സിനിമ ഒരു ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. പക്ഷേ സിനിമ നല്ല സിനിമയായിരുന്നു. തിയേറ്ററിലൊക്കെ പോയി കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നല്ലൊരു സിനിമയായിരുന്നു. പിന്നെയുള്ളത് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയാണ്. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ 4 കോടി 50 ലക്ഷം രൂപയ്ക്കാണ് നിർമ്മിച്ചിട്ടുള്ളത്. സിനിമയുടെ കളക്ഷൻ തിയേറ്ററിൽ നിന്ന് മാത്രമുള്ള കളക്ഷനാണ് 39 കോടി 74 ലക്ഷം രൂപ. പ്രൊഡ്യൂസർ രക്ഷപ്പെട്ടുപോയി. ബ്ലോക്ക് ബസ്റ്ററാണ് സിനിമ. പിന്നീടുള്ളത് നയൻ എന്ന് പറഞ്ഞ പൃഥ്വിരാജ് നായകനായിട്ടുള്ള സിനിമയാണ്. പൃഥ്വിരാജ് തന്നെയാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. സിനിമ 8 കോടിക്കാണ് നിർമ്മിച്ചത്. സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് 7 കോടി 9 ലക്ഷം രൂപയാണ്. അതുകൊണ്ട് തന്നെ സിനിമ ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. സിനിമയുടെ റൈറ്റ്സും ബാക്കിയൊക്കെ വിറ്റ് പോയപ്പോഴത്തേക്ക് സിനിമ എന്തായാലും ലാഭത്തിലായിട്ടുണ്ടാവും. പക്ഷേ തിയേറ്റർ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഡിസാസ്റ്റർ തന്നെയാണ് സിനിമ. പിന്നീടുള്ളത് അഡാർ ലവ് എന്ന് പറഞ്ഞ സിനിമയാണ്. അഡാർ ലവ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കളക്ഷനായിട്ട് കിട്ടിയിട്ടുള്ളത് 5 കോടി 18 ലക്ഷം രൂപയാണ്. സിനിമ ഫ്ലോപ്പായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ അറിവിൽ സിനിമ വിജയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ വിറ്റുപോയത് നല്ല പൈസയ്ക്കായിരുന്നു. ഈ ഒരു 5 കോടി 18 ലക്ഷം രൂപ സിനിമയ്ക്ക് ടോട്ടൽ കളക്ഷനായിട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കാം ഒരു പക്ഷേ സിനിമയുടെ നഷ്ടം സഹിച്ചിട്ടുണ്ടാവുക. ജൂൺ എന്ന് പറഞ്ഞ സിനിമ
7 കോടി 40 ലക്ഷം രൂപ കളക്ഷൻ നേടിയെടുത്തു. ഒരു ഹിറ്റായിട്ടുള്ള മാറിയിട്ടുള്ള സിനിമയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, തിയേറ്ററിൽ നന്നായിട്ട് ഓടിയിരുന്നു. വലിയ ആർട്ടിസ്റ്റ് ഇല്ലാത്ത സിനിമയായിരുന്നു. രജിഷ വിജയനും നമ്മുടെ അരിസിയ ഷോൻ്റെ മകനായിട്ടുള്ള അദ്ദേഹമായിരുന്നു ആ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. സിനിമ ഹിറ്റായതിൽ വളരെയധികം സന്തോഷം. പിന്നെയുള്ളത് കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന് പറഞ്ഞ സിനിമയാണ്. ദിലീപേട്ടൻ നായകനായിട്ടുള്ള സിനിമ. സിനിമയ്ക്ക് 15 കോടി 60 ലക്ഷം രൂപ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു. സിനിമ ഹിറ്റായി മാറിയിട്ടുള്ള സിനിമയാണ്. പിന്നീടുള്ളത് വാരിക്കുയിലെ കൊലപാതകം എന്നുള്ള സിനിമയാണ്. ഈ ഒരു സിനിമ ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ അറിവിൽ സിനിമ സാമ്പത്തിക ലാഭം തിയേറ്ററിൽ നിന്ന് ഉണ്ടാക്കിയിട്ടില്ല. അതിനുശേഷം സിനിമ റൈറ്റ്സ് വിറ്റ് പോയിട്ടുള്ളത് നല്ലൊരു പൈസയ്ക്കാണ്. റൈറ്റ്സ് ഏകദേശം 1.5 കോടി രൂപയ്ക്കാണ് അത് വിറ്റെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിനിമയുടെ ബഡ്ജറ്റ് അത്ര ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ ഒരു മിസ്റ്റർ ആൻഡ് മിസ്സസ് റൗഡി എന്ന് പറഞ്ഞ സിനിമയാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസ് റൗഡി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് കാളിദാസ് ജയറാമായിരുന്നു പ്രധാന വേഷത്തിലുണ്ടായിരുന്നത്. സിനിമ ഒരു ഡിസാസ്റ്ററാണ്. 1 കോടി 44 ലക്ഷം രൂപ കളക്ഷൻ നേടിയെടുത്തു. പക്ഷേ അതിൽ കൂടുതൽ സാമ്പത്തിക മുതൽ മുടക്ക് സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നീടുള്ളത് അരസിര ഷോട്ടൻ സംവിധാനം ചെയ്തിട്ടുള്ള എൻ ഇൻ്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയാണ്. സിനിമ ഒരു ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. കളക്ഷനും അതിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ചും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെയുള്ളത് സൂത്രക്കാരൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഗോകുൽ സുരേഷ് വന്നിട്ടുള്ള സിനിമ. സിനിമ 33 ലക്ഷമാണ് നേടിയെടുത്തിട്ടുള്ളത്. ഡിസാസ്റ്റർ ആയിട്ട് പരിഗണിക്കുന്നു. പിന്നെയുള്ളത് ഗാംബിനോസ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഗാംബിനോസ് എന്ന് പറഞ്ഞ സിനിമയും ഒരു ഡിസാസ്റ്റർ ആയിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ പെങ്ങളില എന്ന് പറഞ്ഞ സിനിമ, നമ്മുടെ ലാല് പ്രധാന വേഷത്തിൽ വന്നുള്ള സിനിമയും ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. കളിക്കൂട്ടുകാർ എന്ന് പറഞ്ഞ സിനിമ, കളിക്കൂട്ടുകാരും ഡിസാസ്റ്റർ ആയിട്ട് പരിഗണിച്ചിരിക്കുന്നു. പിന്നെ അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് എന്ന് പറഞ്ഞ സിനിമ, കാളിദാസ് ജയറാമാണ് സിനിമയ്ക്കകത്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയും ഡിസാസ്റ്റർ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗിന്നസ് പക്രു നായകനായിട്ടുള്ള ഇളയരാജ എന്ന് പറഞ്ഞ സിനിമ, ഇളയരാജ എന്ന് പറഞ്ഞ സിനിമയും ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. പിന്നെ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ, ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഇതിൻ്റെ അകത്ത് കളക്ഷൻ കൊടുത്തിരിക്കുന്നത് 128 കോടി 52 ലക്ഷം രൂപയാണ്. ബാക്കി എല്ലാ ബിസിനസ്സും കൂടി ചേർത്തിട്ടായിരിക്കും ചിലപ്പം 200 കോടിയിൽ എത്തിയിട്ടുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ വിറ്റ് പോയിട്ടുള്ളതും റൈറ്റ്സ് വിറ്റ് പോയിട്ടുള്ളതും എല്ലാം കൂടി കൂട്ടിയിട്ടായിരിക്കും 200 കോടിയിൽ എത്തിയിട്ടുള്ളത്. ബഡ്ജറ്റ് 35 കോടിയാണ് കാണിച്ചിരിക്കുന്നത്. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു സിനിമ മേരാനാം ഷാജി എന്ന് പറഞ്ഞ സിനിമയാണ്. മേരാനാം ഷാജി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ആസിഫ് അലി, ബിജു മേനോൻ ഇവരൊക്കെയായിരുന്നു പ്രധാന വേഷത്തിലുള്ളത്. സിനിമ 4 കോടി 68 ലക്ഷം രൂപ നേടിയെടുത്തു. സിനിമ ഒരു ഫ്ലോപ്പായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. പിന്നെ മധുരരാജ എന്ന് പറഞ്ഞ സിനിമ, മധുരരാജ എന്ന് പറഞ്ഞ സിനിമ 45 കോടി 58 ലക്ഷം രൂപ കളക്ഷൻ നേടിയെന്ന് പറയുന്നു. ബാക്കി അതിൻ്റെ റൈറ്റ്സും അതുപോലെ തന്നെ ബാക്കി ബിസിനസ്സും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ വിറ്റുപോയത് അടക്കമായിരിക്കും ഈ ഒരു 100 കോടി എന്ന് പറഞ്ഞ നേട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. സിനിമ ഹിറ്റായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. 31ാമത്തെ സിനിമ അതിരൻ എന്ന് പറഞ്ഞ ഫഹദ് ഫാസിൽ നായകനായിട്ടുള്ള സിനിമയാണ്. സിനിമയുടെ ബഡ്ജറ്റ് 5 കോടി 50 ലക്ഷം രൂപയാണ്. സിനിമയ്ക്ക് 10 കോടി 25 ലക്ഷം രൂപ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ബോക്സ് ഓഫീസിൽ നിന്നും. അതുകൊണ്ട് തന്നെ സിനിമ ഒരു ആവറേജ് ഹിറ്റാണ്. സാമ്പത്തികമായിട്ട് അത്യാവശ്യം ലാഭം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ഒരു യമണ്ടൻ പ്രേമകഥ എന്ന് പറഞ്ഞ ദുൽഖർ സൽമാൻ നായകനായിട്ടുള്ള സിനിമ 9 കോടിക്കാണ് നിർമ്മിച്ചിട്ടുള്ളത്. സിനിമ 24 കോടി 20 ലക്ഷം രൂപ നേടിയെടുത്തു. സൂപ്പർ ഹിറ്റായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. സിനിമ നല്ല രീതിയിൽ ആളെ കയറ്റിയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായം വന്നെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ആൾ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ബിബിനുമായിട്ട്, അതായത് അതിൻ്റെ റൈറ്ററായിട്ടുള്ള ബിബിനുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സിനിമ സാമ്പത്തികമായിട്ട് വലിയൊരു വിജയമായിട്ട് മാറിയിട്ടുള്ള സിനിമയാണെന്നാണ്. പക്ഷേ പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ഉയരെ എന്ന് പറഞ്ഞ സിനിമയാണ് 33ാമത്തെ സിനിമ. ഉയരെ എന്ന് പറഞ്ഞ സിനിമ 5 കോടി 5 ലക്ഷം രൂപയ്ക്കാണ് നിർമ്മിച്ചിരിക്കുന്നത്. സിനിമ 22 കോടി 10 ലക്ഷം രൂപ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഒരു സൂപ്പർ ഹിറ്റായിട്ടുള്ള സിനിമയാണ്. അത് അർഹിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. പിന്നെയുള്ളത് കുട്ടിമാമ എന്ന് പറഞ്ഞ സിനിമയാണ്. കുട്ടിമാമ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ധ്യാൻ ശ്രീനിവാസനും ശ്രീനിവാസൻ ചേട്ടനും ഒക്കെ ആയിരുന്നു പ്രധാന വേഷത്തിലുള്ളത്. സിനിമ 58 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് ഇഷ്ക് എന്ന് പറഞ്ഞ നമ്മുടെ ഷൈനിക നായകനായിട്ടുള്ള സിനിമയാണ്. സിനിമ 5 കോടി 43 ലക്ഷം രൂപ നേടിയെടുത്തു. ആവറേജ് ഹിറ്റായിട്ട് പരിഗണിക്കുന്നു. സിനിമ അതിനുശേഷം അതിൻ്റെ റൈറ്റ്സും അതുപോലെ തന്നെ സാറ്റലൈറ്റും ഒക്കെ വിറ്റുപോയപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പൈസ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ജീംബൂമ്പ എന്ന് പറഞ്ഞ അസ്കർ അലി നായകനായിട്ടുള്ള സിനിമ ഒരു ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. പിന്നെ ഗാംബ്ലർ എന്ന് പറഞ്ഞ സിനിമ, അത് ആൻസൺ ബോളാണ് പ്രധാന വേഷത്തിലുള്ളത്. സിനിമയും ഒരു ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് NGK എന്ന് പറഞ്ഞ സിനിമയാണ്. NGK എന്ന് പറഞ്ഞ സിനിമ കേരള റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് 2 കോടി 25 ലക്ഷം രൂപയ്ക്കാണ്. കേരളത്തിൽ നിന്ന് കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത് 2 കോടി 5 ലക്ഷം രൂപയാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർക്ക് നഷ്ടമുള്ള ഒരു സിനിമയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ ഡിസാസ്റ്റർ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് കൃത്യമാണെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ വേറെ എന്തെങ്കിലും റൈറ്റ്സ് ഒക്കെ വിറ്റിട്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്കറിയില്ല. പിന്നെയുള്ളത് ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞ സിനിമയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണനും ധ്രുവനും ഷറഫുദ്ദീനും ഒക്കെ പ്രധാന വേഷത്തിൽ വന്നുള്ള സിനിമ 2 കോടി 40 ലക്ഷം രൂപ കളക്ഷൻ നേടിയെടുത്തു. സിനിമ ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്.
പക്ഷേ എനിക്ക് തോന്നുന്നു സാമ്പത്തികമായിട്ട് പിന്നീട് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ റൈറ്റ്സൊക്കെ എന്തായാലും വിറ്റ് പോയിട്ടുണ്ടാവും. സിനിമ അത്യാവശ്യം ഓടിയിട്ടുണ്ടാവും, അല്ലെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെയുള്ളത് തൊട്ടപ്പൻ എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ തൊട്ടപ്പൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് വിനായകനാണ് പ്രധാന വേഷത്തിലുള്ളത്. 36 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ തമാശ എന്ന് പറഞ്ഞ സിനിമ, വിനയ് ഫോർട്ട് പ്രധാന വേഷത്തിൽ വന്നൊരു സിനിമയ്ക്ക് 3,11 ലക്ഷം രൂപ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. സിനിമ ഫ്ലോപ്പായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സിനിമ അത്യാവശ്യം ഓടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ വേണ്ട വിധത്തിലുള്ള ഒരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. ഫ്ലോപ്പായിട്ട് പരിഗണിച്ചിരിക്കുന്നു. വൈറസ് എന്ന് പറഞ്ഞ സിനിമ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ്. 8 കോടി രൂപ ബഡ്ജറ്റിൽ വന്നു. 21,35 ലക്ഷം രൂപ കളക്ഷനായിട്ട് നേടിയെടുക്കാൻ സാധിച്ചു. സൂപ്പർ ഹിറ്റായിട്ടാണ് സിനിമ പരിഗണിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അന്ന് നന്നായിട്ട് ഓടിയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞ സിനിമ, ജയറാമേട്ടൻ നായകനായിട്ടുള്ള സിനിമ, അതൊരു ഡിസാസ്റ്ററായിട്ടാണ് ഇതിനകത്ത് പരിഗണിച്ചിരിക്കുന്നത്. പിന്നെ മമ്മൂക്ക നായകനായിട്ടുള്ള ഉണ്ട എന്ന് പറഞ്ഞ സിനിമയ്ക്ക് 7 കോടി രൂപയായിരുന്നു ബഡ്ജറ്റ്. താരതമ്യേന ബഡ്ജറ്റ് കുറഞ്ഞുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷേ കളക്ഷൻ 25,48 ലക്ഷം രൂപ നേടിയിട്ടുണ്ട്. സൂപ്പർ ഹിറ്റായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. മധുരരാജ ഹിറ്റായിട്ടും ഇത് സൂപ്പർ ഹിറ്റായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. അത് കളക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പം കുറേ അധികം ഇരട്ടി ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ട എന്ന് പറഞ്ഞ സിനിമയാണ്. സാമ്പത്തികമായിട്ട് എത്രയോ ഇരട്ടി ലാഭം അതിനുണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കയുടെ ശകടം എന്ന് പറഞ്ഞ സിനിമയാണ്. ഇക്കയുടെ ശകടം എന്ന് പറഞ്ഞ സിനിമ ഒരു ഡിസാസ്റ്ററായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. പിന്നെ ആൻഡ് ദി ഓസ്കാർ ഗോസ് ടു എന്ന് പറഞ്ഞ ടൊവിനോ തോമസ് നായകനായിട്ടുള്ള സിനിമ നല്ല സിനിമയായിരുന്നു, പക്ഷേ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. 2,17 ലക്ഷം രൂപയാണ് കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത്. ഡിസാസ്റ്ററായിട്ടാണ് സിനിമ പരിഗണിച്ചിരിക്കുന്നത്. 47ാമത്തെ സിനിമ ലൂക്ക എന്ന് പറഞ്ഞ സിനിമയാണ്. ടൊവിനോ തോമസ് നായകനായിട്ടുള്ള പ്രണയ ചിത്രം. ഈ ഒരു സിനിമ 5,65 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഫ്ലോപ്പായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. പ്രൊഡ്യൂസർക്ക് ലാഭമില്ലാത്ത തരത്തിലേക്ക് പോകുന്നതാണ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ആർക്കും തന്നെ ലാഭമില്ലാത്തൊരവസ്ഥ, അതായത് ആ ബഡ്ജറ്റ് പോലും തിരിച്ചു പിടിക്കാത്ത അവസ്ഥയാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അതിലും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ലൂക്കയ്ക്ക് ഉണ്ടായിരുന്നത്. കക്ഷി അമ്മിണി പിള്ള എന്ന് പറഞ്ഞ സിനിമ, നമ്മുടെ ആസിഫ് അലി നായകനായിട്ടുള്ള സിനിമയ്ക്ക് 3,15 ലക്ഷം രൂപ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു. സിനിമ ഡിസാസ്റ്ററായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് 18ാം പടി എന്ന് പറഞ്ഞ സിനിമയാണ്. 18ാം പടി എന്ന് പറഞ്ഞ സിനിമയുടെ ബഡ്ജറ്റ് 12 കോടിയാണ്. ആ രീതിയിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. ശങ്കർ രാമകൃഷ്ണനാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. മമ്മൂക്ക അതിൻ്റെ അകത്ത് ഗസ്റ്റ് റോളിൽ വന്നിട്ടുണ്ടായിരുന്നു. സിനിമയ്ക്ക് 8,35 ലക്ഷം രൂപയെ നേടിയെടുക്കാൻ സാധിച്ചുള്ളൂ. പുതുമുകളെ വെച്ചിട്ട് അത്രയും കളക്ഷൻ നേടിയെടുത്തെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പക്ഷേ ഡിസാസ്റ്ററായിട്ടാണ് സിനിമ പരിഗണിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് ശുഭരാത്രി എന്ന് പറഞ്ഞ സിനിമയാണ്. ശുഭരാത്രി എന്ന് പറഞ്ഞ സിനിമ 3,55 ലക്ഷം രൂപ നേടിയെടുത്തു. ഡിസാസ്റ്ററായിട്ട് പരിഗണിച്ചിരിക്കുന്നു. നല്ല സിനിമയായിരുന്നു. തിയേറ്ററിൽ വിജയിച്ചിരുന്നെങ്കിൽ വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സിനിമയായിരുന്നു. പിന്നെയുള്ളത് മാർക്കോണി മത്തായി എന്ന് പറഞ്ഞ സിനിമയാണ്. സിനിമയ്ക്ക് 1,39 ലക്ഷം രൂപ നേടിയെടുക്കാൻ സാധിച്ചു. അതൊരു ഡിസാസ്റ്ററായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് പറഞ്ഞ സിനിമയാണ്. സിനിമ 4,18 ലക്ഷം രൂപ നേടിയെടുത്തു. ഫ്ലോപ്പായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. ഇത്തരം സിനിമകൾ, അതായത് ഫ്ലോപ്പായിട്ടുള്ള സിനിമ ബഡ്ജറ്റിനെക്കാട്ടിയും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള സിനിമകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സിനിമ പിന്നെ അതിൻ്റെ റൈറ്റ്സും ബാക്കി ഇപ്പോൾ ഡിജിറ്റൽ റൈറ്റ്സും ഒക്കെ വിറ്റ് തീരുമ്പോഴേക്കും സിനിമ അത്യാവശ്യം ലാഭത്തിലേക്ക് പോകുന്നതാണ് എൻ്റെ ഒരു അറിവ്. പിന്നെയുള്ളത് ഷിബു എന്ന് പറഞ്ഞ സിനിമയാണ്. ഷിബു എന്ന് പറഞ്ഞ സിനിമ ഒരു ഡിസാസ്റ്ററായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞ സിനിമയാണ്. 1,65 ലക്ഷം രൂപയ്ക്കാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. 37,71 ലക്ഷം രൂപ നേടിയെടുത്തു. വമ്പൻ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അത് നിർമ്മിച്ച ആളെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബ്ലോക്ക് ബസ്റ്ററായിട്ടാണ് സിനിമ പരിഗണിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് ഓർമ്മയിൽ ഒരു ശിശിരം എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ ഒരു സിനിമ ഡിസാസ്റ്ററാണ്. സിനിമയ്ക്കകത്ത് ദീപക്കാണ് പ്രധാന വേഷത്തിലുള്ളതെന്നാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് മാർഗം കളി എന്ന് പറഞ്ഞ സിനിമ. 2,60 ലക്ഷം രൂപ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു. സിനിമ ഒരു ഫ്ലോപ്പായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് കൽക്കി എന്ന് പറഞ്ഞ സിനിമയാണ്. കൽക്കി എന്ന് പറഞ്ഞ സിനിമ 8 കോടി ബഡ്ജറ്റിൽ വന്നുള്ള സിനിമയാണ്. വമ്പൻ ബഡ്ജറ്റിൽ വന്നുള്ള സിനിമയാണ്. സിനിമയ്ക്ക് 4,52 ലക്ഷം രൂപയെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഡിസാസ്റ്ററായിട്ടാണ് ഇതിനകത്ത് പരിഗണിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് അമ്പിളി എന്ന് പറഞ്ഞ സിനിമയാണ്. അമ്പിളി 3,75 ലക്ഷം രൂപ നേടിയെടുത്തു. പക്ഷേ സിനിമ ഫ്ലോപ്പാണ്. അതിൽ കൂടുതൽ ബഡ്ജറ്റ് സിനിമയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 59ാമത്തെ ഒരു സിനിമ പുറിഞ്ചു മറൈൻ ജോസ് എന്ന് പറഞ്ഞ സിനിമയാണ്. പുറിഞ്ചു മറൈൻ ജോസ് എന്ന് പറഞ്ഞ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് 15,65 ലക്ഷം രൂപയാണ്. സിനിമ ഒരു ഹിറ്റായി മാറിയുള്ള സിനിമയാണ്. നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് വിജയിപ്പിച്ചിട്ടുള്ള സിനിമയാണ്. നല്ലൊരു സിനിമയാണ്. അതെനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെയുള്ളത് പട്ടാഭിരാമൻ എന്ന് പറഞ്ഞ സിനിമയാണ്. പട്ടാഭിരാമൻ്റെ ബഡ്ജറ്റ് 3 കോടി രൂപയാണ്. കളക്ഷൻ 4,55 ലക്ഷം രൂപയാണ്. സിനിമ ഫ്ലോപ്പായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. അതായത് ഒരു 6 കോടിക്ക് മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡ്യൂസർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരം സിനിമകൾ ഫ്ലോപ്പായിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് കുംബാരീസ് എന്ന് പറഞ്ഞ സിനിമയാണ്. കുംബാരീസ് എന്ന് പറഞ്ഞ സിനിമ
29 ലക്ഷം രൂപ ഉണ്ടാക്കി സിനിമ ഒരു ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. പിന്നെ സാഹോ എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വന്നിരുന്നു. അതുകൊണ്ടാണ് സാഹോ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കേരള റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് 6 കോടി രൂപയ്ക്കായിരുന്നു. കേരളത്തിന് കളക്ഷൻ 3,55,00,000 രൂപ മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ബാഹുബലി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം വരുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ആൾ കയറുന്നു പ്രതീക്ഷിച്ചിട്ടായിരിക്കും റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ടാവുക. വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് അതുവഴി അവർക്കുണ്ടായിട്ടുള്ളത്. പിന്നെയുള്ളത് ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറഞ്ഞ നമ്മുടെ നിവിൻ പോളി നായകനായിട്ടുള്ള സിനിമയാണ്. 9 കോടി രൂപയ്ക്കാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അജു വർഗീസ് പറഞ്ഞിട്ടുള്ളത് 2 അക്കത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ് എന്നാണ്. സിനിമ 28 കോടി രൂപ കളക്ഷൻ നേടി, 28,42,00,000 രൂപ കളക്ഷൻ നേടി എന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സൂപ്പർ ഹിറ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. സിനിമ ഹിറ്റ് തന്നെയായിരുന്നു. പിന്നെയുള്ളത് ലാലേട്ടൻ നായകനായിട്ടുള്ള ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്നുള്ള സിനിമയാണ്. സിനിമ 27,35,00,000 രൂപ നേടിയെടുത്തു. 8 കോടി രൂപയായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ്. സൂപ്പർ ഹിറ്റായിട്ടാണ് ഇതിൻ്റെ അകത്ത് പരിഗണിച്ചിട്ടുള്ളത്. പിന്നെയുള്ളത് ബ്രദേഴ്സ് ഡേ എന്നുള്ള സിനിമയാണ്. ബ്രദേഴ്സ് ഡേ 7 കോടിക്ക് നിർമ്മിച്ചു, 10,59,00,000 രൂപ നേടിയെടുത്തു. സിനിമ ഫ്ലോപ്പായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 14 കോടിയും മേലോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഹിറ്റായിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ. പിന്നെയുള്ളത് ഫൈനൽസ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഫൈനൽസ് എന്ന് പറഞ്ഞ സിനിമ 3,20,00,000 രൂപ നേടിയെടുത്തു. ഫ്ലോപ്പായിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ വിജയിക്കേണ്ട ഒരു സിനിമയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെയുള്ളത് കാപ്പാൻ എന്ന് പറഞ്ഞ സിനിമയാണ്. കാപ്പാൻ എന്ന് പറഞ്ഞ സിനിമ കേരള റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് 3,25,00,000 രൂപയ്ക്കാണ്. കേരളത്തിൽ അത് കളക്ഷൻ നേടിയിട്ടുള്ളത് 5,65,00,000 രൂപയാണ്. പക്ഷേ അത് ഫ്ലോപ്പാണ്. നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് കുറച്ചുകൂടിയൊക്കെ നേടിയെങ്കിലേ പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ള ആൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ. പിന്നെയുള്ളത് ഷീ എന്നുള്ളത് അതിൻ്റെ ഇംഗ്ലീഷാണ്. അതിൻ്റെ പേര് ഓൾ എന്നാണ്. ഓൾ എന്ന് പറഞ്ഞാൽ ഷൈനികൻ നായകനായിട്ടുള്ള സിനിമ ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. അധികം ആൾ കയറിയിട്ടുണ്ടാവില്ല. നമ്മുടെ ഇവിടെ അടുത്തുള്ള തിയേറ്ററിലൊന്നും സിനിമ വന്നിട്ട് പോലുമില്ല. പിന്നെ ഗാനഗന്ധർവൻ എന്നുള്ള സിനിമയാണ്. 5,50,00,000 രൂപയ്ക്ക് നിർമ്മിച്ചു. കളക്ഷൻ 8,94,00,000 രൂപ. ഫ്ലോപ്പായിട്ട് പരിഗണിച്ചിരിക്കുന്നു. 11 കോടിയെങ്കിലും നേടിയാലേ നമുക്കൊരു അത്യാവശ്യം സാമ്പത്തിക നേട്ട സിനിമ ഉണ്ടാക്കിയെന്നെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. ഫ്ലോപ്പായിട്ട് പരിഗണിച്ചിരിക്കുന്നു. പക്ഷേ ഇത് റൈറ്റ്സൊക്കെ വിറ്റ് പോകുമ്പോഴേക്ക് അത്യാവശ്യം ലാഭം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെയുള്ളത് മനോഹരം എന്ന് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ നായകനായിട്ടുള്ള സിനിമയാണ്. സിനിമ 2,41,00,000 രൂപ ഉണ്ടാക്കിയെടുത്തു. പക്ഷേ ഇതൊരു ഫ്ലോപ്പായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. 71ാമത്തെ ഒരു സിനിമ ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമയാണ്. ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ ബഡ്ജറ്റ് 3,50,00,000 രൂപയാണ്. സിനിമയ്ക്ക് 13,15,00,000 രൂപ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. സിനിമ ഹിറ്റായി മാറിയിട്ടുള്ള സിനിമയാണ്. പിന്നെ വികൃതി എന്ന് പറഞ്ഞ സിനിമയാണ്. വികൃതി എന്ന് പറഞ്ഞ സിനിമയുടെ ബഡ്ജറ്റ് കൊടുത്തിട്ടില്ല, കളക്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. 2,85,00,000 രൂപ. ഡിസാസ്റ്റർ ആയിട്ട് പരിഗണിച്ചിരിക്കുന്നു. സിനിമയൊക്കെ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. കാരണം നല്ലൊരു സിനിമയായിരുന്നു. ഇപ്പോൾ ടി വിയിലൊക്കെ വരുന്ന സമയത്ത് നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് ആദ്യരാത്രി എന്ന് പറഞ്ഞ സിനിമയാണ്. ആദ്യരാത്രി എന്ന് പറഞ്ഞ സിനിമ 9,29,00,000 രൂപ നേടിയെടുത്തു. ഹിറ്റായിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്. സാമ്പത്തിക നേട്ടം ഉണ്ടായി. പക്ഷേ എനിക്ക് അത്രത്തോളം ആ സിനിമ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ പ്രണയമീനുകളുടെ കടൽ എന്ന് പറഞ്ഞ സിനിമയാണ്. 1,10,00,000 രൂപ ഉണ്ടാക്കിയെടുത്തു. നായകനായിട്ടുള്ള സിനിമ ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. കമൽ സാറിൻ്റെ സിനിമയായിരുന്നു. പക്ഷേ ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ളൊരു സിനിമയായിട്ട് മാറി. പിന്നെ എടക്കാട് ബറ്റാലിയൻ എന്ന് പറഞ്ഞുള്ള സിനിമ 3,27,00,000 രൂപ ഉണ്ടാക്കിയെടുത്തു. ഡിസാസ്റ്റർ ആയിട്ടാണ് ഇതിനകത്ത് പരിഗണിച്ചിരിക്കുന്നത്. പിന്നെ തെളിവെന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ വന്നിരുന്നോ എന്നുള്ളത് തന്നെ എനിക്കൊരു ഡൗട്ടാണ്. ഞാൻ കണ്ടിട്ടില്ല ആ സിനിമയ്ക്ക് വലിയ കളക്ഷൻ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഡിസാസ്റ്റർ ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് ബിഗിൽ എന്ന് പറഞ്ഞ സിനിമ, നമ്മുടെ വിജയ് നായകനായിട്ടുള്ള സിനിമ. അതും കേരളത്തിലെ റൈറ്റ്സ് വിറ്റ് പോയതുകൊണ്ടും വലിയൊരു സിനിമ ആയതുകൊണ്ടാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിനിമയുടെ റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് 5,50,00,000 രൂപയ്ക്കാണ്. കളക്ഷൻ 18,88,00,000 രൂപയാണ്. നമ്മുടെ പൃഥ്വിരാജൊക്കെ ആയിരുന്നു അതിൻ്റെ കളക്ഷൻ റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി. ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടാണ് സിനിമ പരിഗണിച്ചിരിക്കുന്നത്. പിന്നെ അണ്ടർവേൾഡ് എന്ന് പറഞ്ഞ സിനിമയാണ്. ആസിഫ് അലി നായകനായിട്ടുള്ള സിനിമ. 1,15,00,000 രൂപ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. പിന്നെ ആകാശഗംഗ 2 എന്ന് പറഞ്ഞ സിനിമ ഈ അടുത്തിറങ്ങിയിട്ടുള്ള സിനിമയാണ്. സിനിമയ്ക്ക് 1,95,00,000 രൂപ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. പക്ഷേ സിനിമയെക്കുറിച്ച് എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നതുകൊണ്ട് സാമ്പത്തിക നേട്ടം സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. റൈറ്റ്സ് പല ഭാഷകളിലേക്ക് വിറ്റുപോയിട്ടുണ്ടായിരുന്നു. മൊഴിമാറ്റം ചെയ്തുകൊണ്ട് മറ്റു ഭാഷകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാം കൊണ്ടും സിനിമ അത്യാവശ്യം ലാഭം ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ദ എൽഡർ വൺ, മൂത്തോൻ എന്ന് പറഞ്ഞ സിനിമ. 1,75,00,000 രൂപ ഉണ്ടാക്കി. ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. ആൾ കയറിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. വലിയ ഒരു നല്ല സിനിമയായിരുന്നു. പക്ഷേ അതിനനുസരിച്ചുള്ള ആൾ തിയേറ്ററിൽ കയറിയില്ല.
നിവിൻ പോളിയുടെ ഈ ഒരു ചിത്രം പരാജയമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ സിനിമ 3 കോടിക്ക് നിർമ്മിച്ചു 7,80,00,000 രൂപ നേടിയെടുക്കാൻ സാധിച്ചു. സിനിമ ഹിറ്റായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. ഇപ്പോഴും സിനിമ തിയേറ്ററിൽ ഓടുന്നുണ്ട്. കൂടുതൽ കളക്ഷനും കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. 82ാമത്തെ സിനിമ 41 എന്ന് പറഞ്ഞ സിനിമയാണ്. 2,45,00,000 രൂപ സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. സിനിമ ഒരു ഡിസാസ്റ്ററായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. ലാൽ ജോസ് സാറായിരുന്നു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. പിന്നെയുള്ളത് ജാക്ക് ആൻഡ് ഡാനിയൽ എന്ന് പറഞ്ഞ ദിലീപേട്ടൻ നായകനായിട്ടുള്ള സിനിമ. 16 കോടി രൂപയാണ് സിനിമയുടെ ബഡ്ജറ്റ്. വലിയ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള സിനിമയാണ്. 5,35,00,000 രൂപ മാത്രമേ തിയേറ്ററിൽ നിന്ന് അകത്തുനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡിസാസ്റ്ററായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. പിന്നെ ഹെലൻ എന്ന് പറഞ്ഞ സിനിമയാണ്. 5,68,00,000 രൂപ ഉണ്ടാക്കിയെടുത്തു. ഇപ്പോഴും തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഹിറ്റായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ കെട്ടിയോളാണ് എൻ്റെ മാലാക എന്ന് പറഞ്ഞ സിനിമ. 5,30,00,000 രൂപ ഇതുവരെ ഉണ്ടാക്കിയെടുത്തു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആവറേജ് ഹിറ്റായി മാറിയിരിക്കുന്നു. പിന്നെ ഹാപ്പി സർദാറിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം ഇപ്പം വന്നിട്ടുള്ള സിനിമയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.